പൊതുരാഷ്ട്രീയത്തിലും സമുദായ രാഷ്ട്രീയത്തിലും വേറിട്ട ശബ്ദമാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടേത്. രാഷ്ട്രീയം പറയാതെ ഉസ്താദ് രാഷ്ട്രീയം പറയും. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തെ പ്രസക്തനാക്കുന്നതും ഈ സമീപനം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നിലപാടുകളുമായി അദ്ദേഹം മനോരമ ന്യൂസിനൊപ്പം ചേരുന്നു. സമുദായ രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. സമുദായ രാഷ്ട്രീയത്തെ പൊതുരാഷ്ട്രീയവുമായിട്ട് നമ്മൾ വേറിട്ട് കാണണോ? രണ്ടിനും രണ്ട് വ്യത്യസ്ത റോളുകളാണോ ഉള്ളത്? എങ്ങനെയാണ് ഉസ്താദ് അതിനെ കാണുന്നത്? രാഷ്ട്രീയം ഇല്ലാത്തവരാണ് ഞങ്ങളെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങളുടെ രാഷ്ട്രീയം ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി രൂപീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം അല്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ജനങ്ങളെ പുരോഗതിയിൽ കൊണ്ടുവരിക, ധാർമ്മിക വിപ്ലവം വളർത്തിക്കൊണ്ടുവരിക, അരാജകത്വത്തിൽ നിന്നും അധാർമികതയിൽ നിന്നും ജനങ്ങളെ മാറ്റിയെടുക്കുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പാർട്ടി മാത്രം കിട്ടിയാൽ പോരാ. രാഷ്ട്രീയം ആയ ഒരു സംഘടന ഞങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടി മാത്രമാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ഫലം ഉണ്ടാകുന്നതല്ല. രാഷ്ട്രീയ പാർട്ടികൾ വർദ്ധിച്ചു എന്നതുകൊണ്ട് ഇവിടെ ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ആവശ്യമുള്ള ആളുകളെ തെരഞ്ഞെടുക്കാനും ആവശ്യമുള്ള ആളുകളെ ഭരണത്തിലേറ്റാനും ഞങ്ങളുടെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ ഒരു കിങ് മേക്കറുടെ റോള് താങ്കൾ എടുക്കലുണ്ടോ? അങ്ങനെയില്ല. രാഷ്ട്രീയത്തിലൊരു പ്രത്യേക റോൾ എടുക്കാതെ തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് ലക്ഷ്യം. ബോധവൽക്കരിക്കുമ്പോൾ തികച്ചും കഴിഞ്ഞ കാലത്ത് എല്ലാം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് ഭരണം വരികയും ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് സത്യം. എന്ന് വെച്ചാൽ ഭരണത്തിൽ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ കരുതണ്ടേ? ഭരണത്തിൽ ഞങ്ങളുടെ ശക്തിക്ക് സ്വാധീനം ഉണ്ട് എന്ന് തീർച്ച. അത് വലതുപക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെ. പക്ഷെ ഉസ്താദിനെ കുറിച്ച് ആദ്യകാലത്തൊക്കെ പറഞ്ഞു കേട്ടിരുന്നത് CPM-ഉമായും വിശേഷ ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ടൊരു അടുപ്പം കൊണ്ടു നടന്നിരുന്നതെന്നാണ്. അത് ഒരു കാലത്ത് ഞങ്ങളുടെ എതിർപക്ഷത്ത് ശക്തമായി മുസ്ലിം ലീഗ് നിന്നിരുന്ന കാലത്ത് ഞങ്ങൾ ഇടതുപക്ഷം വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അന്ന് പലരും ഇടതുപക്ഷ ചിന്താഗതിക്കാർ എന്ന് പറഞ്ഞിരുന്നു. എന്നല്ലാതെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക പക്ഷം ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുസ്ലിം ജമാഅത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങളുടെ മറ്റ് സംഘടനകൾ ഏറ്റെടുക്കാത്തതുപോലെ തന്നെ മുസ്ലിം ജമാഅത്തും രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കുന്നില്ല. വളരെ വ്യക്തമാക്കി ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ്. മുസ്ലിം ജമാഅത്ത് ഇവിടെ ഒരു ബഹുജന സംഘടനയാണ്. അപ്പോൾ എല്ലാവരെയും സംഘടനയിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായ സ്ഥാനങ്ങൾ കൊടുത്ത് അതുവഴി നമ്മുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് പറയുമ്പോഴും മുസ്ലിം സമുദായത്തിൽ തന്നെ മറ്റു ചില വിഭാഗങ്ങളുണ്ട് ഇപ്പോഴും AP സുന്നി വിഭാഗവുമായിട്ട് അകന്നു നിൽക്കുന്നവർ. അവർക്ക് ഈ മുസ്ലിം ജമാഅത്തിൽ എന്ത് സ്ഥാനമാണ് അല്ലെങ്കിൽ എന്ത് അക്കോമഡേഷനാണ് കിട്ടാൻ? അകന്നു നിൽക്കുന്ന ആളുകളെ ധാർമ്മികമായ ചിന്തയിലൂടെ പരമാവധി ഞങ്ങൾ അടുപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ അടുക്കാത്തവരെ ഒരു നിർവാഹമല്ലാതെ ഏത് കാലവും ഈ നാട്ടിൽ വ്യത്യസ്ത കക്ഷികളും വ്യത്യസ്ത ചിന്താഗതിക്കാരും ഉണ്ടാകുമല്ലോ. അത് ഒന്നാക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ സംഭവിക്കുകയും ഇല്ല. ഈ മുസ്ലിം പിന്നാക്ക സമുദായങ്ങളുടെ ഒരു പൊതുവേദി എന്നുള്ള രീതിയിലൊരു നീക്കം ആദ്യകാലത്ത് ഉസ്താദിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു നീക്കം മുസ്ലിം ലീഗ് ഏറ്റെടുത്തു. ഈ രണ്ട് ശ്രമങ്ങളും പരമാവധി വിജയം കണ്ടില്ല, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു തോന്നലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കേരളത്തിൽ പുതിയൊരു രീതിയിലുള്ള സാമുദായിക പിന്നാക്കാവസ്ഥയിലുള്ളവരും ഭരണത്തിലുള്ളവരും ഒരു കൂട്ടുകെട്ട് എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ മുന്നണി, ഞാൻ SNDP തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് അത് ഏത് തരത്തിലാണ് കേരളത്തിന്റെ പിന്നാക്കാവസ്ഥയിലുള്ള സമുദായങ്ങൾക്ക് ഗുണകരമാകുക? എൻ്റെ അഭിപ്രായത്തിൽ അത് ഗുണകരമല്ല എന്നാണ്.
ഇവിടെ രണ്ട് ശക്തിയാണ് നേരത്തെ രാഷ്ട്രീയപരമായി, ഒന്ന് LDFും ഒന്ന് UDFും. ഈ രണ്ടിലൊരു വിഭാഗത്തെ ശക്തിപ്പെടുത്തുകയും അവർ ഇവിടെ ഭരണത്തിൽ വരികയും ആരായാലും ശരി ചെയ്യുന്നതൊഴിച്ച് ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കിയാൽ ഇവിടെയുള്ള വോട്ടുകളെല്ലാം ഛിന്ന ഭിന്നമായി പോകുന്നതല്ലാതെ ഭരണത്തിൽ വരാൻ ഒരിക്കലും സാധിക്കുകയില്ല. അടുത്ത കാലത്തൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഇവിടുത്തെ വോട്ട് ഛിന്ന ഭിന്നമാക്കി ഭരണം വേറെ എവിടെയെങ്കിലും പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇടത് വലതു മുന്നണി പറയുമ്പോൾ പോലും പിന്നീട് വരാവുന്ന ഒരു ദേശീയാടിസ്ഥാനത്തിൽ തന്നെയുള്ളത് ഒരു രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്ന BJP ആണ്. ആ ഒരു എങ്ങനെയാണ് ചരിത്രപരമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിനെ നമ്മൾ നോക്കി കാണേണ്ടത്? BJPയെ പറ്റി ഇപ്പോൾ ഒന്നും പറയാൻ ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. ഇപ്പോൾ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി ഏത് വഴിക്ക് തിരിയും. ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടന നിലനിർത്താൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമോ, അദ്ദേഹം അതിനുവേണ്ടി തുനിയുമോ എന്ന് ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിലനിൽപ്പുണ്ട്. ഇല്ലെങ്കിൽ ഇതേ തെരഞ്ഞെടുത്ത ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ കൈയൊഴിക്കുകയും ചെയ്യും. തീരുമാനമല്ലെങ്കിൽ പോലും പല നടപടികളും നമ്മൾ പറഞ്ഞു കേൾക്കുന്നതും വായിച്ചറിയുന്നതുമായിട്ടുള്ള അത് അത്ര ഗുണകരമല്ല. അത് പൊതുജന സമൂഹത്തിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകുന്ന ഒരുപാട് നടപടികൾ വരുന്നുണ്ട്. അത് വിശിഷ്യ ന്യൂനപക്ഷ സമുദായങ്ങളെ ലക്ഷ്യമിട്ടാണെന്നുള്ള പ്രചാരണവും ശക്തമാണ്. അദ്ദേഹം വന്ന ഉടനെ തന്നെ മറ്റ് രാജ്യങ്ങളുമായുള്ള സമ്പർക്കം പുലർത്തുന്ന തിരക്കിലാണ് അദ്ദേഹം ഉണ്ടായത്. കാര്യമായിട്ട് ഇന്ത്യ രാജ്യം നോക്കാൻ അദ്ദേഹത്തിന് സമയം കൂടുതൽ കിട്ടിയിട്ടില്ലെന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇനിയൊരു കൊല്ലം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് പോക്ക് എന്ന്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ഞങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ഞങ്ങൾ 40 പണ്ഡിതന്മാർ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അദ്ദേഹത്തെ കണ്ടു. 1.5 മണിക്കൂർ സമയം ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഞങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് BJP ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് മാത്രമാണ് നിലനിർത്തേണ്ടതെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെയും നിങ്ങൾ നോക്കിയേ പറ്റൂ. അത് നോക്കാത്ത പക്ഷം ഈ തെരഞ്ഞെടുത്ത ജനങ്ങൾ തന്നെ നിങ്ങളെ ഒഴിവാക്കിക്കളയും എന്ന് തന്നെ വ്യക്തമായി ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു അടുപ്പം ഉസ്താദിന്? ഇതുപോലെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ഒരു പാഠപുസ്തകത്തിൻ്റെ അംഗീകാരവുമായി ഒരു 25 പേർ ഒന്നായിട്ട് അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അതിൽ കവിഞ്ഞ് വേറെ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. ഈ ഇടതു മുന്നണിയുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. ഒരു ആഭിമുഖ്യം ആദ്യകാലങ്ങളിൽ ഉസ്താദിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് ഇടതു മുന്നണി കുറെ കൂടി മേൽക്കൈ എടുക്കുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. എന്താണ് ഉസ്താദിന്റെ ഒരു അനുഭവം പറയാമോ? ഇടത് കക്ഷികളുമായി ഭിന്നിപ്പുണ്ടാവാൻ കാരണം മുസ്ലിം സമുദായത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എന്ന് നിലയിൽ രൂപീകരിക്കപ്പെട്ട സംഘടന ഞങ്ങളുമായി അന്ന് വളരെ ശക്തിയായി എതിർപ്പിലായി. ഞങ്ങളെ അടിച്ചമർത്തണം എന്നൊരു ചിന്താഗതി അവരിൽ വന്നു. ആ സമയത്താണ് ഇടതുപക്ഷ ജനാധിപത്യ കക്ഷിയുമായി ഞങ്ങൾ കൂടുതൽ ബന്ധമുണ്ടായത്. ഇപ്പോൾ ആ ബന്ധം മുറിച്ചു എന്ന് അർത്ഥമില്ല. ഞങ്ങളെല്ലാവരുമായും ഒരുപോലെയുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല. അതിപ്പോൾ തദ്ദേശ ഭരണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ആലോചിക്കുകയുള്ളൂ. ഇപ്പോൾ സമദൂരമാണോ? ഇപ്പോൾ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ല. അല്ല, തദ്ദേശത്തിൽ വ്യക്തികളെ നോക്കിയാണ്, രാഷ്ട്രീയമല്ല, വ്യക്തികളെ നോക്കിയിട്ട് ഞങ്ങളെ ശക്തിയായി എതിർക്കുകയും ഞങ്ങളെ പേരിൽ ഞങ്ങളെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കുകയും ചെയ്ത ചില ആളുകളൊക്കെ ഉണ്ട്. അവരെ ഞങ്ങൾ ശക്തിയായി എതിർക്കും.
എന്ന് വെച്ചാൽ അത് സുന്നി വിഭാഗമാണോ ഉദ്ദേശിച്ചത്? അതിൽപ്പെട്ടവരാണ് അതിന്റെ കാര്യമായിട്ട് ഉള്ളത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അത് ലീഗുമായി ബന്ധപ്പെടില്ല. ഇല്ല, അങ്ങനത്തെ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ആ സ്ഥാനാർത്ഥിനെയാണ് തോൽപ്പിക്കുന്നത്, ലീഗിനല്ല. ലീഗായാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, അങ്ങനെ ഞങ്ങൾ എതിർത്തിട്ടുള്ളവരെ ശക്തിയായി എതിർക്കും. അല്ലാത്തവരോട് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ യൂണിറ്റുകൾക്ക് മനസ്സിലാവും. അതനുസരിച്ച് യൂണിറ്റിലുള്ള പ്രവർത്തകരുടെ ഇഷ്ടാനുസരണം ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുള്ളത്. കേരളത്തിലെങ്കിലും ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ വേദിയായിട്ട് ഏറെക്കാലമായി നിലനിൽക്കുന്ന മുസ്ലിം ലീഗാണ്. ലീഗ് ആ തരത്തിൽ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യ സംരക്ഷണം അവരെ ഏൽപ്പിച്ച രീതിയിൽ, ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അത് പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗ് ഇനിയും കൂടുതൽ മുന്നോട്ട് വരേണ്ട, നിലനിൽക്കുന്ന പക്ഷം അവർ കൂടുതൽ ആലോചിക്കുകയും കൂടുതൽ പ്രവർത്തനങ്ങൾ വിശാലമാക്കുകയും എല്ലാവരോടും സമദൂരം കാണിക്കുകയും ചെയ്യണം. ഭരണത്തിലിരുന്ന കാലത്ത് ഉസ്താദിന് അല്ലെങ്കിൽ AP സുന്നി വിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട് അവരുടെ? ഇല്ല, അവരെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ആരെക്കൊണ്ടും കിട്ടിയിട്ടില്ല. അത് LDFും ചെയ്തിട്ടില്ല, UDFും ചെയ്തിട്ടില്ല. UDFിൽ കോൺഗ്രസും ചെയ്തിട്ടില്ല, മുസ്ലിം ലീഗും കാര്യമായ ഒന്നും ചെയ്തിട്ടില്ല, ലീഗ് എന്ന അടിസ്ഥാനത്തിൽ. അതേസമയത്ത് നിങ്ങൾ നേരത്തെ ചോദിച്ച പാർട്ടി ഇവിടെ അനുകൂലമുള്ള ചില ലീഗുകാർ ശക്തിയായി ഞങ്ങളെ എതിർത്തിട്ടുണ്ട്. ആ എതിർത്തവരോട് ഞങ്ങളും എതിർക്കുന്നു. അപ്പൊ ആ ലീഗ് നേതൃത്വം അതിനോട് എന്ത് സമീപനമായിരുന്നു അന്ന് സ്വീകരിച്ചിരുന്നത്? ലീഗ് നേതൃത്വം വേണ്ടത്ര അതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ എതിർപ്പ് ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. AP സുന്നി വിഭാഗങ്ങൾ യോജിക്കാം, ഒരു പൊതുവേദിയിൽ എത്താം എന്നുള്ള രീതിയിൽ ഒരു നീക്കം ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും അതിന് തയ്യാറ് തന്നെയാണ്, അന്നും ഇന്നും തയ്യാറ് തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ ചില ചോട്ട നേതാക്കളൊക്കെ ഉണ്ട്, അവർക്ക് ചിലപ്പോൾ തോന്നിപ്പോകും യോജിച്ചാൽ അവരെ സ്ഥാനം പോയി പോകുമെന്നുള്ള പേടി ആയിരിക്കാം. എന്നല്ലാതെ ഞങ്ങൾ ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല. പാണക്കാട് തങ്ങളുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ്? ഇല്ല, പാണക്കാട് തങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. അവർ ഇപ്പോൾ പല പ്രാവശ്യവും ചർച്ചയ്ക്ക് വന്നപ്പോൾ പാണക്കാട് തങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്കുള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറായി വരാതിരുന്നതോ ആ വിഭാഗം? അല്ല, ആ വിഭാഗത്തിൽപ്പെട്ട പലരും ഞങ്ങളോട് ചർച്ചയ്ക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുമ്പോഴൊക്കെ പണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇനി പാണക്കാട് തങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറുള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മാത്രമായിരുന്നു. ഇപ്പോഴുള്ള ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായതോടുകൂടി ഞങ്ങളെ എതിർ വിഭാഗത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടിയാകുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചെങ്കിലല്ലാതെ ചർച്ച ഇല്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിൽക്കുകയും ന്യൂനപക്ഷ താല്പര്യങ്ങൾ, വിശിഷ്യ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന രീതിയിൽ മുന്നേറുകയും ചെയ്യുമ്പോൾ പോലും എന്തുകൊണ്ടാണ് കേരളത്തിൽ മറ്റ് പല മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെട്ടു വരുന്നുണ്ട്? അവരുടെ പ്രവൃത്തിയുള്ള അതൃപ്തിയായിരിക്കും, അല്ലെങ്കിൽ പോരായ്മയായിരിക്കാം. അത് പക്ഷേ ഈ സമുദായത്തിന്റെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു വിലപേശൽ ശേഷിയെ ക്ഷീണിപ്പിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും ഒന്നാവാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്ത കക്ഷികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കോൺഗ്രസിൽ തന്നെ ചില നേതാക്കന്മാർ വളരെ വളരെ പ്രഖ്യാപിതമായ ഒരു നിലപാടെടുത്ത് കാണുന്നുണ്ട്. കാരണം പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട ഒരു ശക്തിയല്ല. പൗരോഹിത്യത്തിന്റെ ദൗത്യങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഈ പൗരോഹിത്യം നമ്മൾ ആദ്യം സംസാരിച്ചെടുത്ത് തന്നെ സമുദായം എന്ന് പറയുന്നത് പൗരോഹിത്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പൗരോഹിത്യം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുന്ന നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് പൗരോഹിത്യമില്ല, ഞങ്ങൾ പൗരോഹിത്യത്തിനെതിരാണ്. ലാ റഹ്ബാനിയത്ത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യം ഇല്ല എന്നാണ് പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പൗരോഹിത്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറയേണ്ടതില്ല. അങ്ങനെ ആരാണ്? അതേസമയത്ത് മതസംഘടനക്ക് ഒന്നും പറയാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ്. ഞങ്ങളെ ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി
തെറ്റായ നിലക്ക് മുന്നോട്ട് നീങ്ങുന്നുവെങ്കിൽ അതിനെ തിരുത്താനും അതിനെ ചോദ്യം ചെയ്യാനും ഞങ്ങളെ മതസംഘടന ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. അങ്ങനെ ചെയ്തിട്ടും ഉണ്ട്. അതാണ് ഞങ്ങളെ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞത്. അത് തന്നെയായിരിക്കും അദ്ദേഹം ഈ പറഞ്ഞ നേതാവ് ഉദ്ദേശിച്ചതും. അതെന്താണെന്നറിയില്ല. അതാരുദ്ദേശിച്ചാലും മതസംഘടന അടങ്ങിയിരിക്കും, രാഷ്ട്രീയക്കാർ എന്ത് ചെയ്താലും എന്ന് ആരും ധരിച്ചു പോകണ്ട. അതിൽ പറയുന്ന ഒരു വൈരുദ്ധ്യം അവർ ചൂണ്ടിക്കാണിക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് ജനങ്ങളോട് നേരിട്ട് രാഷ്ട്രീയം സംസാരിക്കാനും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും അവർ ബാധ്യസ്ഥരാണ്. സമുദായ നേതൃത്വത്തിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് ഒരു ഇടപെടൽ വരുമ്പോൾ അത് ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് എന്ന് പറയും. പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുക, നേരിട്ട് ജനങ്ങളോട് ഒന്നിനും മറുപടി പറയേണ്ടതില്ല. പെട്ടെന്ന് ഡ്രൈവറിന്റെ തൊട്ട സീറ്റിലിരിക്കുന്ന ആള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ ഉറക്ക് നോക്കുന്നുണ്ട്, അയാൾ പിന്നെ ട്രാക്ക് തെറ്റി വിടുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് സ്റ്റെയറിംഗ് പോയിട്ട് പിടിച്ചുവിടണം, അല്ലെങ്കിൽ അപകടം പറ്റും. അങ്ങനെയാണ് ഈ രാഷ്ട്രീയം നേർക്കേറെ പോകുന്നെങ്കിൽ ഞങ്ങളൊന്നും പറയാൻ പോവില്ല. അപ്പോൾ ഓരോ സമുദായവും അവരുടെ താല്പര്യങ്ങളാണ് ഈ രാഷ്ട്രീയ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അതിൽ ഒരു വൈരുദ്ധ്യമില്ലേ? അതെ, ഓരോ സമുദായവും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവരുടെ ലക്ഷ്യം മാത്രമാണ് കൊണ്ടുവരുന്നത് എങ്കിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അത് പാടില്ല. ബഹുജന താല്പര്യം പരിഗണിക്കണം, ബഹുജനങ്ങളുടെ സംഘടന വേണം, ബഹുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ദോഷമുണ്ടായാലും ബഹുജനങ്ങൾക്ക് ആണ് മുൻഗണന നൽകേണ്ടത് എന്ന്. ഇത്രയേറെ പിന്തുണയും, താങ്കളൊരു വാഗ്മിയാണ്, ഒരുപാട് പിന്തുണയുണ്ട്, സമുദായത്തിൽ പ്രബല വിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൂടാ? അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ ഞങ്ങൾ ഒരു വിഭാഗത്തിന്റെ മാത്രം നേതൃത്വമായി മാറും എന്ന് വെച്ചാൽ അന്നന്ന് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളുമായി യോജിച്ചു പോവുകയും നമ്മൾക്ക് പരമാവധി യോജിച്ചു പോവുകയും പരമാവധി നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഭരണാധികാരികളോട് സമ്പാദിക്കുകയും ചെയ്യുക. ആ ഭരണത്തിൽ വന്ന ഒരു ഭരണ പാർട്ടിയെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ആ പാർട്ടി പലപ്പോഴും ഒരു പ്രത്യേക സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടിൻ്റെ പ്രതിനിധികളായി മാറുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ? അത് അംഗീകരിക്കേണ്ടതില്ല. നമ്മൾ അംഗീകരിക്കേണ്ടത് എല്ലാവരുടെയും ഭരണം. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് ഭരണത്തിൽ കയറിയാൽ എല്ലാവരുടെയും മന്ത്രിയായി, എല്ലാവരുടെയും പ്രതിനിധിയായി, അങ്ങനെയാണ്. അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയത്തെ നമ്മൾ നേരിടണമെങ്കിൽ നമുക്ക് തന്നെ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിക്കൂടെ? ഇല്ല, രാഷ്ട്രീയ ശക്തിയായി മാറിയാൽ അത് ആ നേരിടലിന് ബലമുണ്ടാവില്ല. ഞങ്ങൾ രാഷ്ട്രീയം അല്ലാതെ നേരിടേണ്ടി വന്നാൽ നേരിടും. നേരിടാത്ത തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനാണ് ഏറ്റവും നല്ലത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പൊതുവായി ഒരു എന്താ വെച്ചാൽ ചില നിബന്ധനകളും കീഴ്വഴക്കങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതായത് വനിതാ പ്രാതിനിധ്യം എങ്ങനെ ആയിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ എന്നുള്ളത്. ഏതാണ്ട് 50% വനിതാ പ്രാതിനിധ്യം തന്നെ ഭരണഘടനാ ഭേദഗതി ഉറപ്പാക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ വനിതാ പ്രാതിനിധ്യം വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ വനിതാ പ്രാതിനിധ്യം കുറച്ച് വർദ്ധിച്ചു പോയി എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അത്രയും പ്രാതിനിധ്യം ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം വനിതകൾ ഉള്ള എല്ലാ സ്ഥലത്തും അവർ വെറുതെ ഇരിക്കുകയും അടുത്തുള്ള സീറ്റിൽ ഇരുന്നു കൊണ്ട് പുരുഷന്മാർ ഭരിക്കുകയുമാണ് കഴിഞ്ഞ കാലത്തൊക്കെ കണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏതായാലും ആയതായി. ഇനി കൂടുതൽ ഒരു പ്രാതിനിധ്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഭരണപരിചയം എന്നുള്ളത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുണ്ടാകുന്നതല്ലേ, ഒരു ആർജിക്കുന്ന. അത് സ്ത്രീക്കും പുരുഷനും ഒക്കെ കണക്കാണല്ലോ. അപ്പം സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ അവർ പൊതുപ്രവർത്തനം. സ്ത്രീകൾ എന്നുള്ള ആൾക്ക് കഴിവ് കുറവുണ്ട്. പുരുഷന്മാരെക്കാൾ ധാരാളം കഴിവ് കുറഞ്ഞവരാണ് സ്ത്രീകൾ. മൊത്തത്തിൽ അത് ലോകം അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു നിലപാടിന്റെ പേരിൽ താങ്കൾ ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. വിമർശിക്കപ്പെട്ടുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മളെ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ഒരു പെണ്ണ് ഇതുവരെ വന്നിട്ടുണ്ടോ? ഇവിടെ അല്ല, അങ്ങനെ അവരുടെ പിന്നാക്കാവസ്ഥ മാറ്റിയെടുക്കുന്നതിനാണ് സംവരണം തുടങ്ങിയ ഭരണഘടനാപരമായ. ആയിക്കോട്ടെ, ന്യായമായ നിലക്കുള്ള സംവരണം ഉണ്ടായിക്കോട്ടെ, നമ്മളതിനെ എതിർക്കുന്നില്ല. ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു പ്രബലമായ ശബ്ദം ഇങ്ങനെ വരികയാണ്.
സ്ത്രീകൾ കൂടുതൽ സംവരണമോ ഭരണഘടനാ പ്രാതിനിധ്യം അർഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് പൊതുവായി ഇവിടെയുള്ള പൊതുരാഷ്ട്രീയത്തിൽ അത് ആ മുസ്ലിം സമുദായത്തിനെ തന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനം അതിൽ വരുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ രാഷ്ട്രീയം ഇത് നിശ്ചയിച്ചവർ തന്നെ കുറച്ച് കൂടിപ്പോയി എന്നുള്ള അഭിപ്രായക്കാരാണ്. സ്ത്രീകൾക്ക് കൊടുത്തത് കുറച്ചധികമായി പോയി എന്നുള്ള അഭിപ്രായക്കാരാണ്. പിന്നെ പലരും മറ്റൊരു അഭിപ്രായമുണ്ട്, ഇപ്പോഴും ഈ പഞ്ചായത്ത് ആരും നോക്കൂല എന്നായി. ഒരു വാർഡ് ഒരു കൊല്ലം ഒരു പുരുഷൻ, അടുത്ത കൊല്ലം അവിടെ സ്ത്രീ. അപ്പോൾ ഈ പുരുഷൻ എനിക്ക് വോട്ട് കിട്ടണം അടുത്ത വർഷവും എന്ന ഉദ്ദേശത്തിൽ അവൻ്റെ വാർഡ് നന്നാക്കാനുള്ള തയ്യാറെടുപ്പില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആകാം. ചില പത്രങ്ങൾ തികച്ചും എഴുതിയത് തെറ്റാണ്. ഇപ്പം ആരെയും സ്ഥാനാർത്ഥിന് നിർത്തുന്നില്ല, അടുത്ത വരുവാണെങ്കിൽ നിർത്താമെന്ന് പറഞ്ഞത് ഞാൻ പറയാത്ത വിഷയം എഴുതിയതാണ്. ഞാൻ പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയേ അല്ല. അതേസമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെയും പരിഗണിക്കാത്ത പക്ഷം അവരെ ഞങ്ങൾ നിലക്ക് നിർത്തും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകതരം സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളെ വരെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ചില കീഴ്വഴക്കങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനെതിരെ ഒരു പ്രതിരോധവും രൂപപ്പെടുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ബീഫ് നിരോധനമായിട്ട് അതൊരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചാണെന്നുള്ള ഒരു വ്യാഖ്യാനവുമുണ്ട്. അതുതന്നെ ബീഫ് നിരോധനം ഒരിക്കലും ബുദ്ധിപരമല്ല എന്നാണ്. ഒന്ന്, ആരാധിക്കപ്പെടുന്ന വസ്തു എന്ന നിലക്കാണെങ്കിൽ ഇവിടെ ഫയർ സർവീസുകളൊക്കെ പൂട്ടിക്കളയണം. തീയും ആരാധിക്കപ്പെടുന്നുണ്ട്. ഒരാളുടെ വീട് കത്തുമ്പോൾ ദൈവമാണ്, കെടുത്താൻ പാടില്ലെന്ന് ആരും പറയില്ല. അതുപോലെ പാമ്പിനെ ആരാധിക്കുന്നവരുണ്ട് ചൈനക്കാർ, വെള്ളത്തിനെ ആരാധിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ആരാധിക്കപ്പെടുന്ന വസ്തു എന്ന നിലക്കാണെങ്കിൽ അത് ഒരിക്കലും നിരോധിക്കേണ്ടതില്ല. ആരാധിക്കുന്നവർ ആരാധിക്കട്ടെ, അറുക്കുന്നവർ അറുക്കട്ടെ. പക്ഷെ ആ രീതിയിലൊരു ഭരണകൂടം തന്നെ അതിനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സമൂഹത്തിൽ ഉണ്ടാകും ഏറ്റവും വലിയ ദൂരവ്യാപകമായ സംഭവം തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെ നമ്മൾ അതിനെ പ്രതിരോധിക്കും? നിയമമുണ്ടല്ലോ ഇവിടെ, ഇന്ത്യൻ ഭരണഘടന. നിയമനിർമ്മാണവും ഇത്തരക്കാരുടെ കയ്യിലാണെങ്കിലോ? അല്ല, അതാണ് ആലോചിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ നിർമ്മാണം ഉണ്ടാക്കി എല്ലാം മാറ്റുകയാണെങ്കിൽ ജനങ്ങൾ തന്നെ വിധി എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഗുണപരമായ ഒരു ഫലം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുന്നു.